കുയുക്തിവാദികൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അവന്മാർ ചരിത്രമൊക്കെ ഉണ്ടാക്കും, 1, 2, 3 നമ്പർ ഇട്ടൊക്കെ പറയും. ആ പറയുന്ന സമയത്ത് കുയുക്തി പറയുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പറഞ്ഞിട്ടില്ലേ ചെന്നായുടെ ന്യായം എന്ന് പറയും. അത്രയും അർത്ഥമേ ഉള്ളതിനൊക്കെ. മറ്റുള്ളവരുടെ പകയുണ്ടാക്കുന്ന തരത്തിൽ ന്യായം പറയുന്നതിന് യുക്തിവാദം ഒന്നും ആവശ്യമില്ല. പക മനുഷ്യർക്ക് ഉള്ളതാണ്. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ലോകത്തുള്ള യുക്തിയൊക്കെ പറയുന്നത്. അല്ലാതെ പകയ്ക്ക് ന്യായം പറയുന്നതിനുള്ള യുക്തികളൊന്നും പറഞ്ഞുകൂടാ. എത്ര കഷ്ടം പിടിച്ച ന്യായങ്ങളാണ് അതൊക്കെ. ബുദ്ധിയൊക്കെ ഉണ്ടാകും, യുക്തി ഉണ്ടാകും, മനുഷ്യത്വം ഇല്ലാത്തതുണ്ട്. മറ്റുള്ള മനുഷ്യനെ പറ്റി കൺസേൺ ഇല്ലാത്തവൻ മാത്രമേ അങ്ങനത്തെയുള്ള ന്യായങ്ങൾ പറയാൻ പറ്റൂ. അത് പണ്ട് ശങ്കരാചാര്യരെ പറ്റി നാരായണഗുരു പറഞ്ഞിട്ടുണ്ട്, ബുദ്ധി കൊണ്ട് പറഞ്ഞിട്ടുണ്ട് ജാതിക്ക് ന്യായം പറയാനും. അതേ ന്യായമാണത്. അറിയാതിരിക്കാനും വെറുക്കാനും പകയുണ്ടാക്കാനും പഠിപ്പിക്കുന്ന ഒരു യുക്തിയും നമ്മൾ സ്വീകരിച്ചുകൂടാ. എന്നെ സംബന്ധിച്ചുള്ള ഇസ്ലാമിസ്റ്റുകളോ ക്രിസ്ത്യനോ ഇതൊന്നുമില്ല. ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങിയ മനുഷ്യർ മാത്രമേ ഉള്ളെന്ന് അറിയുന്ന ആളാണ്. പലയിടത്ത് പോയി പലതരത്തിലായിപ്പോയതാണെന്നും അറിയുന്നതാണ്. പിന്നെ ഞാൻ എന്താണ് അതിന് വ്യത്യാസം കാണേണ്ട കാര്യം? ഈ പറയുന്ന രവിചന്ദ്രനിൽ നിന്ന് സംസാരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ഈ ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള ചർച്ച എടുക്കുന്നത്? ഉക്രൈൻ എന്തുകൊണ്ടാണ് ചർച്ചയ്ക്കില്ലാത്തത്? ഏറ്റവും വലിയ ബോംബിങ് നടന്നിരുന്നതാണ്. ഇതുവരെയും അത്രയും ബോംബിങ് എന്തായാലും മറ്റിടത്ത് നടന്നിട്ടില്ല. അതെന്താണ് അത് ചർച്ച ചെയ്യാത്തത്? എന്താ? അമേരിക്ക ഇറാഖിൻ്റെ മേലെ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. വീണ്ടും ഇത് അമേരിക്ക ഏത് മതവിശ്വാസമാണെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാൽ അവർക്ക് അവിടുത്തെ ദൈവവിശ്വാസം ക്രിസ്തു മതമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അവിടുത്തെ ഭരണഘടനയെല്ലാം നിൽക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പോഴും ക്രിസ്ത്യാനികളും ഇസ്ലാമിസ്റ്റുകളും തമ്മിൽ നടക്കുന്ന യുദ്ധമായിട്ട് എന്താണ് ചർച്ച ചെയ്യാത്തത്? ഇതിനേക്കാളും വലിയ യുദ്ധം തന്നെയാണ് ലിബിയയിൽ നടന്നിട്ടുള്ളത്. അവിടുത്തെ ആ ലിബിയൻ രാജാവിനെ ഇല്ലാതെ കളഞ്ഞില്ല അവർ. അതെന്താണ് അങ്ങനെ ചർച്ച ചെയ്യാത്തത്? സിറിയയിൽ എത്ര വർഷമായിട്ട് യുദ്ധം നടക്കുന്നുണ്ട്? ഇതേപോലെ തന്നെ നടക്കുന്നുണ്ടല്ലോ യുദ്ധം. എന്താ ചർച്ച ചെയ്യാത്തത്? ഞാൻ പറയുന്നത്, മതം ഒരു ഫ്രെയിംവർക്കായിട്ട് എടുത്ത് ലോകത്തിനെ മനസ്സിലാക്കുന്ന മനുഷ്യരുടെ പ്രശ്നമാണ്. രവിചന്ദ്രൻ എന്ന് പറഞ്ഞാലും നിങ്ങളെല്ലാം മതവിശ്വാസികൾ തന്നെയാണ്. എത്രയാണ് ഞാൻ പറയാം, മതവിശ്വാസികൾ തന്നെയാണ്. നിങ്ങൾക്ക് എവിടെയോ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഇതിനോട് ബന്ധപ്പെട്ടതൊക്കെ. മതപരമായ വിശ്വാസ പ്രശ്നങ്ങളുമായിട്ട് അടിയിടുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിലെ അല്ലേ അവർ ബോംബ് ചെയ്യേണ്ടിയിരുന്നത്? ട്രേഡ് സെൻറ്റർ പ്ലെയിൻ കൊണ്ടുപോയി ഇടിച്ചു, തകർത്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്ന് ബോംബ് ചെയ്ത് എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലല്ലേ ബോംബ് ചെയ്ത്? എന്നാൽ അവിടെ അന്നത്തെ തെളിവുകളായിട്ട് അവർ കാണിച്ച പാസ്പോർട്ടുകളെല്ലാം അതിനകത്ത് എനിക്ക് തോന്നുന്നൊരു 60% ഈ സൗദി അറേബ്യയിൽ നിന്ന് പോയ ആൾക്കാരാണ് ആ പ്ലെയിനെല്ലാം പറപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ന്യായം കൊണ്ടാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയായിട്ട് എങ്ങനെയാണ് ഈ അമേരിക്കയ്ക്ക് സൗഹൃദ ബന്ധമുള്ളത്? ഇതൊന്നും അല്ല കാരണങ്ങളല്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് അതൊന്നും അല്ല കാരണങ്ങൾ.